നമസ്കാരം. ടോഷ്മാസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ടോഷ്മ. ഞാൻ ഇന്ന് തയ്യാറാക്കി കാണിക്കുന്നത് ഒരു ഓറഞ്ച് ചോക്ലേറ്റ് കേക്കാണ്. ഈ ഓറഞ്ചും ചോക്ലേറ്റും കൂടി വരുമ്പം നല്ല ഒരു കോമ്പിനേഷനാണ്, നല്ല ടേസ്റ്റിയാണ്. ഒത്തിരി പേർക്ക് വലിയ ഇഷ്ടമുള്ളൊരു കോമ്പിനേഷനായിരിക്കും ഇത്. ഈ റെസിപ്പി ഒരു പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് നമ്മൾ വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കും. അത്രയും നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ ഈ ഓറഞ്ച് ചോക്ലേറ്റ് കേക്ക് തയ്യാറാക്കാനായിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം നമുക്ക് നോക്കാം. ഈ ഓറഞ്ച് ചോക്ലേറ്റ് കേക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് മൈദ വേണം. മൈദ 1 കപ്പ് മൈദ. അതുപോലെ തന്നെ കൊക്കോ പൗഡർ വേണം 1/2 കപ്പ്. ഇത് പഞ്ചസാര പൊടിച്ചതാണ് 1/4 കപ്പ്. ഉപ്പ് വേണം 1 നുള്ള്. പിന്നെ നമുക്ക് ബേക്കിംഗ് പൗഡർ വേണം 2 ടീസ്പൂൺ. ഇതിനായിട്ട് നമുക്ക് ഒരു 2 ഓറഞ്ചിൻ്റെ ഓറഞ്ച് ജ്യൂസ് വേണം. അതുപോലെ തന്നെ 2 ഓറഞ്ചിൻ്റെ നമ്മൾ ഈ ഓറഞ്ചിൻ്റെ തൊലി ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് വെച്ചതുണ്ട്, അത് വേണം. പിന്നെ 1/4 കപ്പ് പാല് വേണം. 1/2 കപ്പ് റിഫൈൻഡ് ഓയിൽ വേണം. ഇനി നമുക്ക് അതിൻ്റെ ഗനാഷ് തയ്യാറാക്കാനായിട്ട് ചോക്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതാണിത്. 1/2 കപ്പ്. ഒരു 1/4 കപ്പ് കുക്കിംഗ് ക്രീം വേണം, ഫ്രഷ് ക്രീം വേണം. നമുക്ക് ഒരു വലിയ ബൗളിലേക്ക് നമുക്ക് മൈദ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് 1 കപ്പ്, ഇത് ചേർക്കാം. ഇനി നമുക്ക് കൊക്കോ പൗഡർ, ഇത് കട്ടയൊന്നും ഇല്ലാതെ അരിച്ചു വെച്ചേക്കുന്നതാണ് മൈദയും അതുപോലെ തന്നെ കൊക്കോ പൗഡറും. കൊക്കോ പൗഡർ 1/2 കപ്പ് കൊക്കോ പൗഡറും ചേർക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ്, ഇതും ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 നുള്ള് ഉപ്പ് ചേർക്കണം. ഇനി നമുക്ക് 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കണം. ഇനി ഇതൊക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കി നമുക്ക് എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇങ്ങനെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഇതിൻ്റെ നടുക്കൊരു സ്പേസ് ഉണ്ടാക്കിയിട്ട് നമുക്കിതിലേക്ക് ഓയിൽ ചേർക്കാം. 1/2 കപ്പ് ഓയിൽ ചേർക്കണം. റിഫൈൻഡ് ഓയിലാണ് ഞാൻ എടുത്തേക്കുന്നത്. അതുപോലെ 1/4 കപ്പ് പാല് ചേർക്കാം. ഇനി ഇത് ഓറഞ്ചിൻ്റെ സെസ്റ്റ്, ആ തൊലി ഇത് ചെയ്തത്, അത് 2 ടേബിൾ സ്പൂൺ ചേർക്കണം. കുറച്ച് ഞാൻ ആ ഗനാഷ് അതിൻ്റെ ഐസിങ്ങിൽ ചേർക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കണം. ഇനി ഇത് ഓറഞ്ച് ജ്യൂസ് എടുത്ത് വച്ചേക്കുന്നതാണ്. ഒരു 2 ഓറഞ്ചിൻ്റെ ഓറഞ്ച് ജ്യൂസാണിത്, ഇതും ചേർക്കാം. മുഴുവൻ ഞാൻ ചേർത്തിട്ടില്ല, കുറച്ച് ഗനാഷിൽ ചേർക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നമ്മൾ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസും വെറ്റ് ഇൻഗ്രീഡിയൻസും കൂടി ഒരുമിച്ച് മിക്സ് ചെയ്യുമ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. പക്ഷെ ഓവർ മിക്സ് ചെയ്യരുത്. നമ്മൾ ഓവറായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഹാർഡായി പോകും നമ്മുടെ കേക്ക് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പം. ഇനി ഇത് നമുക്ക് ഒരു ബേക്കിംഗ് ഡിഷിലേക്ക് പകർത്താം. എന്നിട്ട് ഒരു 160 ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കിയിട്ടിരിക്കുന്ന അവനിൽ വെച്ചിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. നമ്മൾ ഓറഞ്ച് ചോക്ലേറ്റ് കേക്ക് നമ്മൾ ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ഗനാഷ് ഉണ്ടാക്കാം, അതിൻ്റെ മുകളിലത്തെ ഐസിങ്. അതിനായിട്ട് ഒരു സോസ് പാൻ ചൂടാക്കിയിട്ട് നമുക്ക് അതിലേക്ക് ഫ്രഷ് ക്രീം ചേർക്കണം. നമ്മൾ അതിലേക്ക് ഒരു 1/4 കപ്പ് ഫ്രഷ് ക്രീം ചേർത്തു. ഇതിലേക്ക് നമുക്ക് 1 നുള്ള് ഓറഞ്ചിൻ്റെ സെസ്റ്റോടി ഇട്ട് കൊടുക്കാം. അതുപോലെ നമുക്ക് ഇച്ചിരി വാനില എസൻസ് ചേർക്കാം, 1 ടീസ്പൂൺ വാനില എസൻസ്. ഇതൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് ഓറഞ്ചിൻ്റെ ജ്യൂസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മളിനി 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടിയും ചേർക്കുവാണ്. അതായത് നന്നായിട്ട് തിളച്ചു. നമുക്ക് തീ നിർത്താം. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് ഡാർക്ക് ചോക്ലേറ്റ്, കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണിത്, 1/2 കപ്പ്. ഇത് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ല ചൂടായ ഫ്രഷ് ക്രീമാണല്ലോ, അപ്പോൾ ഇത് നന്നായിട്ട് നമ്മളൊന്ന് ഇളക്കി കഴിയുമ്പോൾ തന്നെ നമുക്ക് ഈ ചോക്ലേറ്റ് അലുത്ത് കിട്ടും. ഇങ്ങനെയാണ് ചോക്ലേറ്റ് ഗനാഷ് തയ്യാറാക്കേണ്ടത്, ഈ നമ്മുടെ ഓറഞ്ച് ചോക്ലേറ്റ് കേക്കിനുള്ളത്. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മുടെ ഓറഞ്ച് ചോക്ലേറ്റ് കേക്ക് ബേക്ക്ഡ് ആയിട്ടുണ്ട്. ഇത് കണ്ടോ, ടൂത്ത് പിക്കൊക്കെ നമ്മൾ കുത്തി കഴിഞ്ഞ് കഴിയുമ്പം ഒട്ടും പറ്റി പിടിക്കാതെ പുറത്തോട്ട് വരുന്നുണ്ട്. നമ്മളിനി
ഈ ഓറഞ്ച് ചോക്ലേറ്റ് കേക്കിൻ്റെ മുകളിൽ ഒഴിക്കാനായിട്ട് നമ്മൾ റെഡിയാക്കിയ ഗനാഷ് നമുക്കിനി ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ ഗനാഷ് മുഴുവൻ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. നമുക്കിനി ഈ ഓറഞ്ച് സിസ്റ്റ് വെച്ചിട്ടൊന്ന് ഗാർണിഷ് ചെയ്യാം. നമ്മളിന്ന് തയ്യാറാക്കിയ ഓറഞ്ച് ചോക്ലേറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് തണുത്ത ശേഷം നമുക്ക് പീസസ് ആയിട്ട് കട്ട് ചെയ്യാം. ഇതിപ്പം ഞാൻ പറഞ്ഞു ഓറഞ്ചിൻ്റെയും ചോക്ലേറ്റിൻ്റെയും കൂടി ഉള്ളൊരു കോമ്പിനേഷൻ ഒത്തിരി നല്ലൊരു കോമ്പിനേഷനാണ്. ഒത്തിരി പേർക്ക് ഇഷ്ടമാവുന്ന കോമ്പിനേഷനാണ്. തീർച്ചയായിട്ടും ഈ റെസിപ്പി നിങ്ങൾ വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു നല്ല റെസിപ്പിയുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം.